ഗ്രാമത്തിലെ ആ പഴയ തറവാടിന്റെ പൂമുഖത്ത് ഇരിക്കുമ്പോഴും മാധവന്റെ മനസ്സ് നിറയെ കണക്കുകൂട്ടലുകളായിരുന്നു. പാരമ്പര്യം കൊണ്ടും തറവാട്ട് മഹിമ കൊണ്ടും നാട്ടുകാർക്കിടയിൽ മാധവന് വലിയൊരു സ്ഥാനമുണ്ട്. പക്ഷേ ആ മഹിമ നിലനിർത്താൻ ഉള്ളിലൊരു സമ്പാദ്യവുമില്ലെന്ന സത്യം അയാൾക്ക് മാത്രമേ അറിയൂ. തന്റെ ഏകമകൻ കിരണിന്റെ വിവാഹം വരാനിരിക്കുകയാണ്. അതൊരു വെറും വിവാഹമല്ല. മാധവനെ സംബന്ധിച്ചിടത്തോളം തന്റെ സാമ്പത്തിക തകർച്ചയിൽ നിന്നുള്ള ഒരു മോചനയാത്രയായിരുന്നു അത്. മാധവൻ പിള്ളേ, ഇതിപ്പോ 5 ലക്ഷമുണ്ട്. കൃത്യം പറഞ്ഞ സമയത്ത് തിരിച്ചെത്തിക്കണം. ഇതിന്റെ പലിശ മാസം തോറും കൃത്യമായി എന്റെ കൈകളിലെത്തണം. ശേഖരന്റെ പണം പാഴായി പോകാനുള്ളതല്ല. ഗ്രാമത്തിലെ കൊടും പലിശക്കാരനായ ശേഖരൻ തന്റെ കയ്യിലിരുന്ന കറുത്ത ബാഗ് മാധവന് നേരെ നീട്ടി. മാധവൻ ആ ബാഗ് ഭയഭക്തി ബഹുമാനത്തോടെ വാങ്ങി. തന്റെ മകന്റെ വിവാഹം ഒരു രാജകീയ ചടങ്ങായി തന്നെ നടത്തണം. നാട്ടുകാർ അസൂയയോടെ നോക്കി നിൽക്കണം. തറവാടിന്റെ ആധാരം നിന്റെ കയ്യിലുണ്ടല്ലോ ശേഖര, പിന്നെന്തിനാ പേടിക്കുന്നത്? എന്റെ മകൻ കിരണിന്റെ വിവാഹം നടക്കാൻ പോകുന്നത് നഗരത്തിലെ വലിയൊരു കുടുംബത്തിലേക്കാണ്. അവിടുന്ന് കിട്ടുന്ന സ്ത്രീധനം കൊണ്ട് നിന്റെ പണവും പലിശയും ഞാൻ ഒറ്റയടിക്ക് തീർക്കും. മാധവൻ പിള്ള വാക്ക് പറഞ്ഞാൽ വാക്കാണ്. മാധവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എന്നാൽ ഈ അത്യാഗ്രഹത്തിന്റെ ചങ്ങലകൾ തന്റെ കുടുംബത്തെ വരിഞ്ഞു മുറുക്കാൻ പോകുകയാണെന്ന് അയാൾ അറിഞ്ഞില്ല. കിരണിന്റെ വിവാഹം നന്ദനയുമായി നടന്നു. നന്ദന സുന്ദരിയും വിദ്യാസമ്പന്നയുമായിരുന്നു. എന്നാൽ മാധവൻ പ്രതീക്ഷിച്ചതുപോലെ സ്വർണത്തിന്റെയോ പണത്തിന്റെയോ പെരുമഴ ആ വീട്ടിലേക്ക് ഒഴുകി വന്നില്ല. നന്ദനയുടെ പിതാവ് ഒരു സാധാരണ ഉദ്യോഗസ്ഥനായിരുന്നു. മകളുടെ വിവാഹം അന്തസ്സോടെ നടത്താനുള്ളതെല്ലാം അദ്ദേഹം നൽകിയിരുന്നു. പക്ഷേ മാധവന്റെ അത്യാഗ്രഹത്തിന് മുന്നിൽ അതൊന്നും ഒന്നുമല്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാധവന്റെ സ്വഭാവം മാറിത്തുടങ്ങി. പൂമുഖത്തെ ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് അയാൾ നന്ദനയെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു, എടി നന്ദനെ, നിന്റെ അച്ഛൻ പറഞ്ഞിരുന്നത് മകളെ പൊന്നുകൊണ്ട് മൂടുമെന്നാണല്ലോ. ഇതിപ്പോ നോക്കിയാൽ ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടി വരുന്നത് പോലെയല്ലേ ഉള്ളൂ. എന്റെ കുടുംബത്തിന്റെ മഹിമക്കനുസരിച്ചുള്ള ഒന്നും നിന്റെ വീട്ടുകാർ തന്നിട്ടില്ല. നന്ദന വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. അച്ഛൻ അദ്ദേഹത്തിന് കഴിയുന്നതിന്റെ പരമാവധി എനിക്ക് തന്നിട്ടുണ്ട് അച്ഛാ. പണത്തെക്കാളും സ്വർണത്തെക്കാളും വലിയൊരു സമ്പാദ്യമാണ് അച്ഛൻ എനിക്ക് നൽകിയ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസമോ? അതുകൊണ്ട് എനിക്കെന്ത് കിട്ടാനാണ്? ശേഖരന് പലിശ കൊടുക്കാൻ നിന്റെ പുസ്തകം മതിയോ? മാധവൻ ദേഷ്യത്തോടെ അലറി. കിരൺ ഇടയിൽ കയറാൻ ശ്രമിച്ചെങ്കിലും മാധവൻ അവനെ ശകാരിച്ചു ഒതുക്കി. നീ മിണ്ടരുത് കിരണേ. നിനക്ക് വേണ്ടിയാണ് കടം വാങ്ങിയത്, ഈ ആഡംബരങ്ങളെല്ലാം നടത്തിയത്. ആ കടം വീട്ടാൻ ഇവളുടെ വീട്ടുകാർ തന്നെ പണം തന്നേ പറ്റൂ. നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. സ്നേഹവും സമാധാനവും പ്രതീക്ഷിച്ചു വന്ന ആ വീട്ടിൽ തന്നെ കാത്തിരിക്കുന്നത് സ്ത്രീധനത്തിന്റെ പേരിലുള്ള വേട്ടയാടലുകളാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. മാധവന്റെ ഉള്ളിലെ അത്യാഗ്രഹം ഒരു വലിയ അഗ്നിയായി പടരുകയായിരുന്നു. ആ അഗ്നിയിൽ തന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കത്തിയമരുമെന്ന് അവൾ ഭയപ്പെട്ടു. പലിശക്കാരൻ ശേഖരൻ ഓരോ മാസവും വീടിന്റെ പടി കയറി വന്നു തുടങ്ങി. പണം കിട്ടാത്ത ദേഷ്യത്തിൽ അയാൾ മാധവനെ പരസ്യമായി അപമാനിച്ചു. ഈ അപമാനം മാധവൻ തീർത്തത് നന്ദനയുടെ മേലായിരുന്നു. ഭാഗ്യം കെട്ടവൾ, നീ ഈ വീട്ടിലേക്ക് വന്ന അന്ന് തുടങ്ങിയതാണ് എന്റെ കഷ്ടകാലം. ഒരു നയാ പൈസയുടെ ഗുണമില്ലാത്ത നിന്നെ എന്തിനാണ് ഞാൻ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നത്? മാധവൻ ഓരോ ദിവസവും നന്ദനയെ മാനസികമായി തളർത്തിക്കൊണ്ടിരുന്നു. വീടിനുള്ളിലെ ഈ നരകം നന്ദനയെ വല്ലാതെ വേദനിപ്പിച്ചു. കിരൺ അവൾക്ക് താങ്ങായി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ഛന്റെ അധികാരത്തിന് മുന്നിൽ അവൻ നിസ്സഹായനായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ നന്ദന തന്റെ പുസ്തകങ്ങൾ മുറുക്കി പിടിച്ചു. ഈ പരിഹാസങ്ങൾക്കും പീഡനങ്ങൾക്കും അറുതി വരുത്താൻ എനിക്ക് സാധിക്കണം. ഈ അത്യാഗ്രഹത്തിന്റെ ചങ്ങലകൾ എനിക്ക് തകർക്കണം, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. മാധവൻ തന്റെ അത്യാഗ്രഹം കൊണ്ട് സ്വന്തം വീടിന് ചുറ്റും ഒരു വലിയ മതിൽ പണിയുകയായിരുന്നു. ആ മതിലിനുള്ളിൽ തന്റെ മകന്റെയും മരുമകളുടെയും സന്തോഷം അയാൾ കുഴിച്ചുമൂടി. പുറമെ പ്രൗഢി കാണിക്കുമ്പോഴും ഉള്ളിൽ അയാൾ ശേഖരന്റെ പലിശയുടെ കണക്ക് പുസ്തകത്തിൽ ശ്വാസം മുട്ടുകയായിരുന്നു. അത്യാഗ്രഹം മനുഷ്യനെ എത്രത്തോളം അന്ധനാക്കും എന്നതിന്റെ ഉദാഹരണമായി മാധവൻ മാറിക്കഴിഞ്ഞിരുന്നു. മാസങ്ങൾ കടന്നുപോയപ്പോൾ തറവാട്ടിലെ അന്തരീക്ഷം കൂടുതൽ ശ്വാസം മുട്ടിക്കുന്നതായി മാറി. ഓരോ പുലരിയും നന്ദനക്ക് നൽകിയത് പുതിയ പരിഹാസങ്ങളും കുത്തുവാക്കുകളുമായിരുന്നു. മാധവന്റെ അത്യാഗ്രഹം ഒരു ഭ്രാന്തായി മാറിയിരുന്നു. ശേഖരന് നൽകാനുള്ള പലിശ കൃത്യസമയത്ത് നൽകാൻ കഴിയാതെ വന്നതോടെ മാധവൻ തന്റെ ദേഷ്യം മുഴുവൻ നന്ദനയുടെ മേൽ തീർത്തു. അടുക്കളയിലെ പണികൾക്കിടയിലും ഉമ്മറത്തെ ചർച്ചകൾക്കിടയിലും സ്ത്രീധനം കുറഞ്ഞവൾ എന്ന ലേബൽ അവളുടെ മേൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. ഒരു വൈകുന്നേരം ശേഖരൻ വീണ്ടും പടിക്കൽ വന്നു നിന്നു.
ഇത്തവണ അയാളുടെ ഭാവം പഴയതുപോലെയല്ലായിരുന്നു. നോക്ക് മാധവൻ പിള്ളേ, മഹിമയും തറവാടിത്തവും ഒക്കെ കൊള്ളാം, പക്ഷേ എന്റെ പണം എനിക്ക് വേണം. പലിശ കയറി കയറി ഇപ്പോൾ അത് വലിയൊരു സംഖ്യയായിട്ടുണ്ട്. അടുത്ത മാസത്തിനുള്ളിൽ പണം തന്നില്ലെങ്കിൽ ഈ ആധാരം ഞാൻ അങ്ങെടുക്കും. പിന്നെ ഈ തറവാട്ടിൽ ശേഖരനായിരിക്കും താമസം. അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് നാട്ടുകാരെല്ലാം കേട്ടു. ശേഖരൻ പോയി കഴിഞ്ഞപ്പോൾ മാധവൻ നന്ദനയുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. കേട്ടല്ലോടി അയാൾ പറഞ്ഞത്? നീ ഈ വീട്ടിലേക്ക് വന്ന അന്ന് തുടങ്ങിയതാണ് എൻ്റെ ഈ കഠിനമായ അവസ്ഥ. നിന്റെ അച്ഛൻ്റെ കാല് പിടിച്ചാണെങ്കിലും എനിക്ക് പണം വാങ്ങിത്തരണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഈ വീട്ടിൽ വാഴിക്കില്ല. നന്ദന വിറക്കുന്ന കൈകളോടെ മറുപടി നൽകി. അച്ഛാ, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇനി ഒന്നുമില്ല. ഉള്ളതെല്ലാം അദ്ദേഹം എൻ്റെ വിവാഹത്തിന് നൽകി. എന്നെ ശപിക്കുന്നതിന് പകരം നമുക്ക് വേറെന്തെങ്കിലും വഴി നോക്കിക്കൂടെ? വഴിയോ? എന്തു വഴി? നിന്നെപ്പോലെ ഒന്നിനെ വീട്ടിലിരുത്തി തീറ്റുന്നതാണോ വഴി? മാധവന്റെ വാക്കുകൾ നന്ദനയുടെ ഹൃദയത്തിൽ തറച്ചു. അപ്പോഴാണ് അവൾ തന്റെ ഉള്ളിലെ കരുത്ത് കണ്ടെത്താൻ തീരുമാനിച്ചത്. ആ രാത്രിയിൽ അവൾ കിരണിനോട് സംസാരിച്ചു. കിരണേട്ടാ, ഇങ്ങനെ പോയാൽ ഈ വീട് നശിച്ചു പോകും. അച്ഛൻ്റെ കടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. എനിക്ക് നഗരത്തിൽ പോയി സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം. എനിക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ മാത്രമേ ഈ അപമാനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. കിരൺ സങ്കടത്തോടെ അവളെ നോക്കി. നന്ദന, എനിക്ക് നിന്നെ മനസ്സിലാകും, പക്ഷേ അച്ഛൻ സമ്മതിക്കില്ല. പെണ്ണുങ്ങൾ വീടിന് പുറത്തിറങ്ങുന്നത് അച്ഛന് ഇഷ്ടമല്ല. അത് കുടുംബത്തിന്റെ അന്തസ്സിന് കുറവാണെന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്. അന്തസ്സോ? പലിശക്കാരൻ വീടിന്റെ മുന്നിൽ വന്ന് അലറുന്നതാണോ അന്തസ്? എനിക്ക് പോയേ പറ്റൂ കിരണേട്ടാ. ഈ ശ്വാസമുട്ടുന്ന അന്തരീക്ഷത്തിൽ എനിക്ക് ഇനിയും നിൽക്കാൻ കഴിയില്ല. നന്ദനയുടെ വാക്കുകളിൽ ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ മാധവന്റെ മുന്നിൽ നന്ദന തന്റെ ആഗ്രഹം അവതരിപ്പിച്ചു. എന്നാൽ മാധവൻ പൊട്ടിത്തെറിച്ചു. എന്താ പറഞ്ഞത്? പഠിക്കാനോ? അതും ഈ പ്രായത്തിൽ നഗരത്തിൽ പോയിട്ടോ? നിന്റെ പഠിപ്പ് കൊണ്ട് ഇവിടെ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ വീട്ടിലെ മരുമകൾ ഈ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി കഴിയണം. എന്റെ മഹിമ കളിച്ചു കുളിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. നീ നഗരത്തിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ ഈ പടി ചവിട്ടരുത്. നന്ദനയുടെ കണ്ണുകളിൽ കണ്ണീരിന് പകരം ഒരു തീപ്പൊരി പടർന്നു. അച്ഛാ, അച്ഛൻ പറയുന്നത് തെറ്റാണ്. എന്റെ വിദ്യാഭ്യാസം അച്ഛൻ കാണുന്നത് പോലെ നിസ്സാരമല്ല. എനിക്ക് പോകണം. മാധവൻ അവളെ മുറിയിൽ പൂട്ടിയിട്ടു. നീ എങ്ങോട്ടും പോകുന്നില്ല. നിന്റെ അഹങ്കാരം ഞാൻ തീർത്തു തരാം എന്ന് പറഞ്ഞ് അയാൾ താക്കോലുമായി പുറത്തേക്ക് പോയി. എന്നാൽ ആ രാത്രിയിൽ കിരൺ നന്ദനയെ സഹായിക്കാൻ തീരുമാനിച്ചു. അച്ഛന്റെ നിലപാടുകളോട് എതിർപ്പുള്ള കിരൺ നന്ദനയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ തയ്യാറായി. അവൻ നന്ദനയുടെ വിവാഹമോതിരങ്ങൾ കൈക്കലാക്കി അവൾക്ക് നൽകി. ഇത് പണയം വെച്ചാൽ നിനക്ക് കുറച്ചു കാലം അവിടെ കഴിയാം. നീ പൊയ്ക്കോ നന്ദന, അച്ഛനെ ഞാൻ നേരിട്ടോളാം. നിനക്ക് എപ്പോഴെങ്കിലും ഒരു നിലയിലെത്താൻ കഴിയുമെന്ന് എനിക്കുറപ്പുണ്ട്. രാത്രിയുടെ നിശബ്ദതയിൽ ആ തറവാടിന്റെ പിൻവാതിൽ വഴി നന്ദന ഇറങ്ങി. കയ്യിൽ ഒരു ചെറിയ ബാഗും മനസ്സിൽ വലിയൊരു ലക്ഷ്യവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വീടിന്റെ ഓരോ ഇഷ്ടികയും തന്നെ അപമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം ഈ വീടിന്റെ രക്ഷകയായി താൻ തിരിച്ചു വരുമെന്ന് അവൾ മനസ്സിൽ പ്രതിജ്ഞയെടുത്തു. നന്ദന വീട് വിട്ടിറങ്ങിയ വാർത്ത ഗ്രാമത്തിൽ കാട്ടുതീ പോലെ പടർന്നു. പുലർച്ചെ മുറി തുറന്ന മാധവൻ കണ്ടത് ശൂന്യമായ കട്ടിലും തുറന്നു കിടക്കുന്ന ജനാലയുമാണ്. തന്റെ ആജ്ഞയെ ലംഘിച്ച് അവൾ പോയി എന്ന സത്യം മാധവന്റെ അഹങ്കാരത്തിന് ഏറ്റവും വലിയ പ്രഹരമായിരുന്നു. പക്ഷേ സത്യം പുറത്തു പറയാൻ അയാൾ തയ്യാറായില്ല. മരുമകൾ പഠിക്കാൻ പോയി എന്ന് പറയുന്നത് തന്റെ പൗരുഷത്തിന് കുറവാണെന്ന് അയാൾ വിശ്വസിച്ചു. അയാൾ ഗ്രാമക്കവലയിൽ ചെന്ന് പുതിയൊരു കഥ മെനഞ്ഞു. അവൾ ഒളിച്ചോടിപ്പോയി. ഒരു നയാ പൈസയുടെ ഗുണമില്ലാത്തവൾ എന്റെ മകനെയും ഈ കുടുംബത്തെയും ചതിച്ച് ആരോടൊപ്പമോ നാടുവിട്ടു. മാധവന്റെ വാക്കുകൾ ഗ്രാമവാസികൾക്കിടയിൽ നന്ദനയുടെ സ്വഭാവത്തെക്കുറിച്ച് സംശയങ്ങൾ ജനിപ്പിച്ചു. നന്ദനയുടെ വീട്ടുകാർ വിവരം അറിഞ്ഞ് ഓടിയെത്തിയെങ്കിലും മാധവൻ അവരെ ആട്ടിയകറ്റി. നിങ്ങളുടെ മകൾ എന്റെ കുടുംബത്തിന്റെ അന്തസ് മണ്ണിൽ ചവിട്ടിത്തേച്ചു. ഇനി അവളെ എനിക്ക് കാണണ്ട, അയാൾ ആക്രോശിച്ചു. അതേസമയം നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ നന്ദന തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. കിരൺ നൽകിയ മോതിരങ്ങൾ പണയം വെച്ച് കിട്ടിയ ചെറിയ തുക കൊണ്ട് അവൾ ഒരു പഴയ ഹോസ്റ്റൽ മുറിയെടുത്തു. നഗരത്തിലെ ജീവിതം അവൾ വിചാരിച്ചതിലും കഠിനമായിരുന്നു. കയ്യിലുള്ള പണം തീരാതിരിക്കാൻ അവൾ പലപ്പോഴും ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി. പകൽ മുഴുവൻ ലൈബ്രറികളിലും രാത്രിയിൽ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിലും അവൾ പുസ്തകങ്ങളുമായി മല്ലിട്ടു. തന്റെ ലക്ഷ്യം IPS ആണെന്ന് അവൾക്കറിയാമായിരുന്നു. അത് കേവലം ഒരു ജോലിയല്ല, മറിച്ച് തന്നെയും തന്റെ കുടുംബത്തെയും തകർക്കുന്ന വ്യവസ്ഥിതിയോടുള്ള പോരാട്ടമാണെന്ന് അവൾ വിശ്വസിച്ചു.
ഗ്രാമത്തിൽ മാധവന്റെ നില കൂടുതൽ പരുങ്ങലിലായി. പലിശക്കാരൻ ശേഖരൻ ഓരോ ആഴ്ചയും വീട്ടിലെത്തി ബഹളം വെക്കുന്നത് പതിവായി. മാധവൻ പിള്ളേ, നിന്റെ മരുമകൾ പോയത് നന്നായി. ഇനി അവൾക്ക് കൊടുക്കേണ്ടി വരുമായിരുന്ന ചെലവ് ലാഭിക്കാമല്ലോ. പക്ഷേ എന്റെ 5 ലക്ഷം പലിശ കയറി ഇപ്പോൾ 12 ലക്ഷമായിട്ടുണ്ട്. അടുത്ത മാസം നീ പണം തന്നില്ലെങ്കിൽ നിന്റെ ഈ തറവാടിന്റെ പൂട്ട് എന്റെ കയ്യിലായിരിക്കും. ശേഖരന്റെ പരിഹാസം നാട്ടുകാരുടെ മുന്നിൽ മാധവനെ തളർത്തി. മാധവൻ തന്റെ ദേഷ്യം മുഴുവൻ കിരണിന്റെ മേൽ തീർത്തു. നീയാണ് അവളെ പോകാൻ സഹായിച്ചത്. അവളുടെ സ്വഭാവദൂഷ്യം കാരണമാണ് ഇന്ന് ഈ നാട് മുഴുവൻ എന്നെ നോക്കി ചിരിക്കുന്നത്. കിരൺ ഒന്നും മിണ്ടിയില്ല. നന്ദനയുടെ നിശ്ചയദാർഢ്യത്തിൽ അവന് വിശ്വാസമുണ്ടായിരുന്നു. അവൾ അയക്കുന്ന കത്തുകൾ മാധവൻ കാണാതെ അവൻ കൈപ്പറ്റി. അവൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ വായിക്കുമ്പോൾ അവന്റെ ഉള്ളുരുകി. പക്ഷേ അച്ഛന്റെ വാശിയെ മറികടന്ന് അവളെ സഹായിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. കാലം ആരെയും കാത്തുനിൽക്കാതെ കടന്നുപോയി. ശേഖരൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. മാധവന് പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു വൈകുന്നേരം ശേഖരൻ ഗുണ്ടകളുമായി തറവാട്ടിലെത്തി. മാധവന്റെയും കിരണിന്റെയും തുണികൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇന്നു മുതൽ ഈ വീട് എന്റേതാണ്. വേണമെങ്കിൽ പറമ്പിലെ ആ പഴയ തൊഴുത്തിന് അടുത്തുള്ള ഷെഡിൽ നിങ്ങൾക്ക് കിടക്കാം. എന്റെ വീട്ടിലെ വേലക്കാരായി നിൽക്കാൻ സമ്മതമാണെങ്കിൽ കഞ്ഞി തരാം. ശേഖരൻ അഹങ്കാരത്തോടെ ചിരിച്ചു. മാധവൻ പകച്ചുപോയി. വർഷങ്ങളോളം രാജാവിനെ പോലെ വാണ ആ തറവാടിന്റെ പൂമുഖത്ത് നിന്നും അയാൾക്ക് പടിയിറങ്ങേണ്ടി വന്നു. സ്വന്തം അഹങ്കാരവും സ്ത്രീധനത്തോടുള്ള ആർത്തിയും അയാളെ വഴിയാധാരമാക്കി. ആ പഴയ ഷെഡിലെ തറയിൽ കിടക്കുമ്പോൾ മാധവന്റെ മനസ്സ് നന്ദനയെ ശപിച്ചുകൊണ്ടിരുന്നു. എല്ലാം അവൾ കാരണമാണ്. അവൾ വന്ന അന്ന് തുടങ്ങിയതാണ് എന്റെ ഈ കഷ്ടകാലം. തന്റെ തെറ്റുകൾ കാണാൻ അയാൾ അപ്പോഴും തയ്യാറായിരുന്നില്ല. നഗരത്തിൽ നന്ദന തന്റെ മെയിൻ പരീക്ഷകൾ പൂർത്തിയാക്കിയിരുന്നു. പട്ടിണിയും ഉറക്കമില്ലാത്ത രാത്രികളും അവളെ ശാരീരികമായി തളർത്തിയെങ്കിലും മാനസികമായി അവൾ കരുത്താർജിച്ചു. ഇന്റർവ്യൂവിനുള്ള തയ്യാറെടുപ്പിനിടയിൽ അവൾ കിരണിന് ഒരു കത്തെഴുതി. കിരണേട്ടാ, പരീക്ഷകൾ നന്നായി എഴുതിയിട്ടുണ്ട്. ഇനി ഒരു ചുവടുകൂടി മാത്രം. എന്റെ പ്രാർത്ഥനകളിൽ അച്ഛനും ഏട്ടനും എന്നുമുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടത് എന്തായാലും ഞാൻ തിരിച്ചു പിടിക്കും. ഗ്രാമത്തിന്റെ അധികാരവും ആഭിജാത്യവും പേറിയിരുന്ന ആ പഴയ തറവാടിന്റെ പൂമുഖത്ത് ഇപ്പോൾ പലിശക്കാരൻ ശേഖരനാണ് ചാരുകസേരയിൽ ഇരിക്കുന്നത്. മാധവനും മകൻ കിരണും തറവാടിന്റെ പിന്നിലെ തകർന്നു വീഴാറായ ആ പഴയ ഷെഡിലേക്ക് മാറിയിരുന്നു. തറവാടിത്തത്തിന്റെ അഹങ്കാരത്തിൽ ആരെയും ഗൗനിക്കാതെ നടന്നിരുന്ന മാധവൻ ഇന്ന് ശേഖരന്റെ വീട്ടിലെ ഒരു വെറും വേലക്കാരനായി മാറി. അത്യാഗ്രഹത്തിന് മനുഷ്യനെ എത്രത്തോളം അധപതിപ്പിക്കാൻ കഴിയുമെന്നതിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു അയാൾ. ശേഖരൻ ഓരോ നിമിഷവും മാധവനെ അപമാനിച്ചു കൊണ്ടിരുന്നു. എന്താ മാധവൻ പിള്ളേ, പഴയ തറവാടിത്തമൊക്കെ എവിടെ പോയി? കുറച്ച് പണം പോലും തരാൻ നിന്റെ മരുമകൾക്ക് കഴിഞ്ഞില്ലല്ലോ. അവൾ ഇപ്പോൾ നഗരത്തിൽ പോയി സുഖിച്ച് ജീവിക്കുന്നുണ്ടാവും. നീയോ ഇവിടെ എന്റെ വീട്ടിലെ ചാണകം വാരാൻ വിധിക്കപ്പെട്ടവനും. ശേഖരന്റെ പൊട്ടിച്ചിരികൾ മാധവന്റെ കാതുകളിൽ തുളച്ചു കയറി. തന്റെ തെറ്റായ തീരുമാനങ്ങളും നന്ദനയോട് കാണിച്ച ക്രൂരതയുമാണ് ഈ അവസ്ഥക്ക് കാരണമെന്ന് സമ്മതിക്കാൻ അപ്പോഴും മാധവന്റെ അഹംഭാവം അനുവദിച്ചില്ല. അയാൾ നന്ദനയെ എന്നും ശപിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്താണ് ശേഖരന്റെ മകളുടെ വിവാഹം ഉറപ്പിക്കുന്നത്. ഗ്രാമം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആഡംബര വിവാഹമായിരിക്കണം അതെന്ന് ശേഖരൻ തീരുമാനിച്ചു. ഗ്രാമത്തിലെ പ്രമുഖരെയെല്ലാം ആ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടു. വിവാഹത്തിന് മുന്നോടിയായി ശേഖരൻ കിരണിനെയും മാധവനെയും വിളിപ്പിച്ചു. നിങ്ങൾ രണ്ടുപേരും എന്റെ അന്നം കഴിക്കുന്നവരാണ്. അതുകൊണ്ട് എന്റെ മകളുടെ കല്യാണത്തിന് നിങ്ങൾ ചില ജോലികൾ ചെയ്യണം. കിരൺ, നീ വിവാഹ ദിവസം ഉമ്മറത്ത് നിൽക്കണം. വരുന്ന അതിഥികളുടെ എല്ലാം ചെരുപ്പുകൾ വാങ്ങി അടുക്കി വെക്കുകയും അവരുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുകയും വേണം. മാധവൻ പിള്ളേ, നീ അതിഥികൾ കഴിച്ച എച്ചിലിലകൾ വാരി മാറ്റണം. കിരൺ പകച്ചുപോയി. സ്വന്തം അച്ഛന്റെ കൂട്ടുകാരും നാട്ടുകാരും വരുന്ന സദസ്സിൽ ഇത്രയും വലിയൊരു അപമാനം സഹിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. ശേഖരേട്ടാ, ഇതു വേണ്ട. ഞങ്ങൾ പണിയെടുക്കാം. പക്ഷേ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ ഞങ്ങളെ അപമാനിക്കരുത്, കിരൺ ശേഖരനോട് അപേക്ഷിച്ചു. പക്ഷേ ശേഖരൻ വിട്ടുകൊടുത്തില്ല. പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോകൂ. ഈ ഷെഡിൽ നിന്നും നിങ്ങളെ ഞാൻ പുറത്താക്കും. പിന്നെ ഈ ഗ്രാമത്തിൽ എവിടെയെങ്കിലും കിടന്നു ചാവാം. ശേഖരന്റെ ഭീഷണിക്ക് മുന്നിൽ മാധവൻ തലകുനിച്ചു. സ്വന്തം മകൻ അപമാനിതനാകുന്നത് കണ്ടിട്ടും തന്റെ തല ചായ്ക്കാൻ ഒരിടം വേണമെന്ന ഭയത്താൽ അയാൾ മൗനം പാലിച്ചു. വിവാഹ ദിവസം എത്തിച്ചേർന്നു. തറവാട് പൂക്കളും വിളക്കുകളും കൊണ്ട് അലങ്കരിക്കപ്പെട്ടു. പണ്ട് ആ വീട്ടിലെ രാജകുമാരനെ പോലെ വളർന്ന കിരൺ ഇന്ന് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഉമ്മറപ്പടിക്ക് താഴെ നിന്നു. നാട്ടുകാർ ഓരോരുത്തരായി വന്നു തുടങ്ങി. തന്നെ കണ്ട് പരിഹസിച്ചു ചിരിക്കുന്ന സുഹൃത്തുക്കളെയും അയൽക്കാരെയും നോക്കാൻ കഴിയാതെ അവൻ നിലത്തേക്ക് നോക്കി നിന്നു.
ഓരോ അതിഥിയും വരുമ്പോൾ അവരുടെ ചെരുപ്പുകൾ മാറ്റിവെച്ച് ശേഖരൻ പറഞ്ഞതുപോലെ അവൻ ആ താഴ്ന്ന ജോലി ചെയ്തു. മാധവൻ അടുക്കള ഭാഗത്ത് ഇലകൾ മാറ്റുന്ന തിരക്കിലായിരുന്നു. കണ്ണീർ ഒഴുക്കാൻ പോലും കഴിയാത്ത വിധം അയാൾ മരവിച്ചു പോയിരുന്നു. ശേഖരൻ അതിഥികൾക്കിടയിലൂടെ തോളിൽ തോർത്തിട്ട് അഹങ്കാരത്തോടെ നടന്നു. കണ്ടോ സുഹൃത്തുക്കളെ, പഴയ മാധവൻ പിള്ളയുടെ മകൻ എന്റെ വീട്ടിൽ ചെരുപ്പിന് കാവൽ നിൽക്കുന്നു. ഇതാണ് കാലം. സ്ത്രീധനം മോഹിച്ചു നടന്നവന്റെ ഗതി ഇതാണ്, അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. സദസ്സിലുണ്ടായിരുന്നവർ മാധവന്റെ തകർച്ചയെക്കുറിച്ച് അടക്കം പറഞ്ഞു ചിരിച്ചു. കിരൺ തന്റെ ജോലി തുടരുന്നതിനിടയിൽ ദൂരെ നിന്നും സൈറൺ മുഴങ്ങുന്ന ശബ്ദം കേട്ടു. ഗ്രാമത്തിലെ പൊടിമണ്ണിലൂടെ പോലീസ് ജീപ്പുകളുടെ അകമ്പടിയോടെ ഒരു വെളുത്ത കാർ തറവാട്ടിലേക്ക് പാഞ്ഞു വന്നു. ശേഖരനും അതിഥികളും അത്ഭുതപ്പെട്ടു. ഈ വിവാഹത്തിന് വലിയ ഉദ്യോഗസ്ഥരെയൊന്നും ക്ഷണിച്ചിരുന്നില്ല. വണ്ടി തറവാടിന്റെ മുറ്റത്ത് വന്നു നിന്നു. ശേഖരൻ വേഗം മുന്നോട്ട് ചെന്നു. ആരാണാവോ ഈ വരുന്നത്? ഏതെങ്കിലും മന്ത്രിയാണോ? അയാൾ സ്വയം ചോദിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ വണ്ടിയിൽ നിന്നും വേഗം പുറത്തിറങ്ങി വാതിൽ തുറന്നുകൊടുത്തു. തിളങ്ങുന്ന യൂണിഫോം ധരിച്ച് അധികാരത്തിന്റെ ഗാംഭീര്യത്തോടെ ആ വണ്ടിയിൽ നിന്നും ഒരാൾ പുറത്തിറങ്ങി. തലയിൽ തൊപ്പിയും കയ്യിൽ ലാത്തിയുമായി ആ ഉദ്യോഗസ്ഥ മുറ്റത്തേക്ക് നടന്നു വന്നപ്പോൾ ഗ്രാമം ശ്വാസമടക്കി നിന്നു. അത് നന്ദനയായിരുന്നു. തന്റെ പോരാട്ടങ്ങൾക്കൊടുവിൽ തന്റെ സ്വപ്നം കണ്ടതുപോലെ IPS ഓഫീസറായി അവൾ തിരിച്ചെത്തിയിരിക്കുന്നു. കിരൺ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. തന്റെ ഭാര്യ, താൻ പിന്തുണച്ച പെൺകുട്ടി ഇന്ന് ഒരു നാടിന്റെ തന്നെ അധികാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. മാധവൻ അടുക്കള ഭാഗത്തു നിന്നും ഓടി വന്നു. തന്റെ മരുമകളെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ അയാളുടെ ഉള്ളിലെ അഹങ്കാരത്തിന്റെ അവസാന തരിയും കെട്ടടങ്ങി. ശേഖരൻ വിറക്കാൻ തുടങ്ങി. അയാൾ വിചാരിച്ചത് നന്ദന എവിടെയോ ഒളിച്ചോടിപ്പോയി എന്നാണ്. നന്ദന ആരെയും നോക്കാതെ നേരെ ശേഖരന്റെ അടുത്തേക്ക് നടന്നു. അവളുടെ കണ്ണുകളിൽ നീതിയോടുള്ള ദാഹം പ്രകടമായിരുന്നു. ശേഖര, അനധികൃതമായി പണം പലിശക്ക് നൽകി പാവപ്പെട്ടവരുടെ ആധാരം തട്ടിയെടുക്കുന്ന നിന്റെ കച്ചവടം ഇന്നത്തോടെ അവസാനിക്കുന്നു. നിന്റെ ഈ ആഡംബരങ്ങളെല്ലാം പാവങ്ങളുടെ കണ്ണീരിൽ നിന്നും ഉണ്ടായതാണ്. നന്ദനയുടെ ശബ്ദം ഗ്രാമത്തിലാകെ മുഴങ്ങി. തറവാടിന്റെ മുറ്റത്ത് നിശബ്ദത തളം കെട്ടി നിന്നു. ശേഖരന്റെ വീട്ടിലെ ആഡംബര വിവാഹത്തിന് വന്ന അതിഥികളെല്ലാം സ്തബ്ധരായി നോക്കി നിൽക്കുകയാണ്. ചെരുപ്പുകൾക്കിടയിൽ തകർന്നു നിൽക്കുന്ന കിരണിന്റെയും എച്ചിലിലകൾക്കിടയിൽ നിന്ന് ഓടി വന്ന മാധവന്റെയും മുന്നിൽ ഒരു അഗ്നിനക്ഷത്രം പോലെ നന്ദന ജ്വലിച്ചു നിന്നു. യൂണിഫോമിലെ നക്ഷത്രങ്ങൾ വെയിലത്ത് തിളങ്ങുമ്പോൾ അവൾ വെറുമൊരു മരുമകളല്ല, മറിച്ച് നിയമത്തിന്റെ കരുത്തുള്ള കാവലാളാണെന്ന് ആ ഗ്രാമം തിരിച്ചറിഞ്ഞു. ശേഖരൻ വിറക്കുന്ന കൈകൾ കൂപ്പി മുന്നോട്ട് വന്നു. നന്ദന, അല്ല മേഡം, ഇത് നമ്മുടെ വീടല്ലേ? എന്റെ മകളുടെ വിവാഹമാണ്. നിങ്ങൾ വരുന്നത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വലിയ സ്വീകരണം ഒരുക്കുമായിരുന്നു. ശേഖരൻ വിക്കി വിക്കി പറഞ്ഞു. അയാളുടെ മുഖത്തെ അഹങ്കാരം ഭയത്തിന് വഴിമാറിക്കഴിഞ്ഞിരുന്നു. നന്ദന അവനെ കത്തുന്ന കണ്ണുകളോടെ നോക്കി. ഇത് നിന്റെ വീടല്ല ശേഖര. ചതിയിലൂടെയും പാവപ്പെട്ടവരെ ശ്വാസം മുട്ടിച്ചും നീ നേടിയെടുത്ത ഈ മണ്ണ് ഇന്ന് സർക്കാർ എടുക്കുകയാണ്. നിന്റെ ഈ ആഡംബര വിവാഹം നടക്കുന്നത് ആയിരക്കണക്കിന് കർഷകരുടെ കണ്ണീരിലാണ്. ലൈസൻസ് ഇല്ലാതെ പലിശക്ക് പണം നൽകുന്നതും പാവങ്ങളെ അടിമകളെ പോലെ ജോലി ചെയ്യിക്കുന്നതും നിയമവിരുദ്ധമാണ്. അവൾ തന്റെ പിന്നിൽ നിന്ന ഇൻസ്പെക്ടർക്ക് നേരെ തിരിഞ്ഞു. ഇൻസ്പെക്ടർ, ഇയാളുടെ കയ്യിലുള്ള എല്ലാ ആധാരങ്ങളും ഫയലുകളും ഇപ്പോൾ തന്നെ പിടിച്ചെടുക്കണം. ഇയാളെ കസ്റ്റഡിയിലെടുക്കൂ. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. പോലീസുകാർ ശേഖരനെ പിടികൂടുമ്പോൾ ഗ്രാമവാസികൾക്കിടയിൽ അടക്കം പറച്ചിലുകൾ തുടങ്ങി. താൻ ഒളിച്ചോടിപ്പോയി എന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ച മാധവന്റെ അടുത്തേക്ക് നന്ദന പതുക്കെ നടന്നു. മാധവൻ തല ഉയർത്താൻ കഴിയാതെ വിതുമ്പിക്കരയുകയായിരുന്നു. തന്റെ അത്യാഗ്രഹം കാരണം ഒരു ദേവതയെ പോലെയുള്ള പെൺകുട്ടിയെ താൻ വേട്ടയാടിയല്ലോ എന്ന തിരിച്ചറിവ് അയാളെ തളർത്തി. അച്ഛാ, നന്ദനയുടെ വിളി കേട്ട് മാധവൻ ഞെട്ടിപ്പോയി. അച്ഛൻ അന്ന് എന്നെ പുറത്താക്കിയത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ഈ അടുക്കളയിൽ പുകയുന്ന കരിയായി ഒതുങ്ങിപ്പോകുമായിരുന്നു. പക്ഷേ എന്റെ ഭർത്താവിനെ കൊണ്ട് ഈ താഴ്ന്ന ജോലി ചെയ്യിക്കാൻ മാത്രം ക്രൂരനായിരുന്നല്ലോ ശേഖരൻ. നന്ദന കിരണിന്റെ അടുത്തേക്ക് നടന്നു. കിരൺ അവളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ ഭയപ്പെട്ടു. നന്ദന, അവനെ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നന്ദന അവന്റെ കയ്യിൽ പിടിച്ചു. ആ സ്പർശനം കിരണിന് നൽകിയ ആശ്വാസം ചെറുതല്ലായിരുന്നു. കിരണേട്ടാ, നിങ്ങൾ നൽകിയ ആ മോതിരമാണ് എന്നെ ഈ യൂണിഫോം വരെ എത്തിച്ചത്. അന്ന് ഏട്ടൻ കാണിച്ച ധൈര്യമാണ് ഇന്ന് നമ്മളെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. അതിഥികൾക്കിടയിൽ നിന്നിരുന്ന ഗ്രാമമുഖ്യൻ മുന്നോട്ട് വന്നു. നന്ദനെ, ഞങ്ങൾക്കെല്ലാം തെറ്റുപറ്റി. മാധവൻ പറഞ്ഞ കള്ളങ്ങൾ വിശ്വസിച്ച് നിന്നെ ഞങ്ങൾ ക്രൂരമായി പരിഹസിച്ചു. ഇന്ന് നീ ഈ ഗ്രാമത്തിന്റെ തന്നെ അഭിമാനമാണ്.
നന്ദന ആ ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു. നിങ്ങൾ കണ്ടത് മാധവൻ പറഞ്ഞ കള്ളങ്ങൾ മാത്രമാണ്. പക്ഷേ ഒരു സ്ത്രീ തളർന്നു പോകുമ്പോൾ അവൾക്ക് താങ്ങാകുന്നതിന് പകരം അവളെ കൂടുതൽ ചവിട്ടി താഴ്ത്താനാണ് ഈ സമൂഹം ശ്രമിക്കുന്നത്. സ്ത്രീധനം കുറവായതിന്റെ പേരിൽ ഈ വീട്ടിൽ ഞാൻ അനുഭവിച്ച നരകം എനിക്ക് മാത്രമേ അറിയാവൂ. പക്ഷേ ആ കനൽ ഇന്ന് അധികാരത്തിന്റെ കരുത്തായി മാറി. ശേഖരനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ ഗ്രാമം മുഴുവൻ അത് നോക്കി നിന്നു. തറവാടിന്റെ പൂമുഖത്തിട്ടിരുന്ന ആഡംബര കസാരകൾ പോലീസ് നീക്കം ചെയ്തു. നന്ദനയുടെ നിർദ്ദേശപ്രകാരം ആ തറവാടിന്റെ താക്കോൽ വില്ലേജ് ഓഫീസർ ഏറ്റുവാങ്ങി. നിയമ നടപടികൾ പൂർത്തിയാകുന്നതുവരെ ആ വീട് സീൽ ചെയ്യാൻ അവൾ ഉത്തരവിട്ടു. അച്ഛാ, ഇനി നമുക്ക് ആ പഴയ ഷെഡിൽ കഴിയേണ്ടി വരില്ല. നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അത് ഞാൻ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു. നിയമപരമായി ഈ വീട് നമ്മുടെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ്. ശേഖരൻ തട്ടിയെടുത്ത ആധാരങ്ങൾ കോടതി വഴി ഞാൻ തിരിച്ചു വാങ്ങും. നന്ദനയുടെ വാക്കുകൾ മാധവന് ഒരു പുതിയ ജീവൻ നൽകി. തറവാടിന്റെ പൂമുഖത്ത് വൈകുന്നേരത്തെ വെയിൽ പതിഞ്ഞു കിടന്നു. ശേഖരന്റെ അറസ്റ്റിനും ആഡംബര വിവാഹത്തിന്റെ തകർച്ചയ്ക്കും ശേഷം ഗ്രാമം ഒരു വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. പോലീസ് മുദ്രവെച്ച തറവാട് കോടതിയുടെ പ്രത്യേക ഉത്തരവിലൂടെ തിരിച്ചു ലഭിച്ചപ്പോൾ മാധവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പക്ഷേ ഇത്തവണ അത് അത്യാഗ്രഹത്തിന്റെയോ സങ്കടത്തിന്റെയോ കണ്ണീരായിരുന്നില്ല, മറിച്ച് തിരിച്ചറിവിന്റെയും പശ്ചാത്താപത്തിന്റെയും നീരുറവയായിരുന്നു. നന്ദന തന്റെ ഔദ്യോഗിക വേഷത്തിൽ തന്നെ ആ വീടിന്റെ ഉമ്മറത്ത് നിന്നു. അവൾക്കരികിൽ കിരൺ അഭിമാനത്തോടെ നിന്നു. പണ്ട് അവൾ പടിയിറങ്ങിയ അതേ മുറ്റത്ത് ഇന്ന് നാട്ടുകാർ ഒത്തുകൂടിയിരിക്കുകയാണ്. മാധവൻ വിറക്കുന്ന കൈകളോടെ നന്ദനയുടെ മുന്നിലേക്ക് നടന്നു വന്നു. അയാളുടെ കയ്യിൽ ഒരു പഴയ തളികയും അതിൽ ഒരു വിളക്കുമുണ്ടായിരുന്നു. നന്ദനെ, മാധവന്റെ ശബ്ദമിടറി. ഈ വീട്ടിലേക്ക് നീ ആദ്യം വന്നപ്പോൾ നിന്റെ കയ്യിലെ സ്വർണവും നിന്റെ വീട്ടുകാർ തരുന്ന പണവുമാണ് ഞാൻ നോക്കിയത്. ആ അത്യാഗ്രഹം കൊണ്ട് ഞാൻ നിന്നെ ഈ വീടിന്റെ പടിയിറക്കി. നീ ഒളിച്ചോടിപ്പോയി എന്ന് നാട്ടുകാരോട് കള്ളം പറഞ്ഞു. നിന്റെ സ്വഭാവത്തെ പോലും ഞാൻ സംശയിച്ചു. പക്ഷേ ഇന്ന് നീ എന്റെയും ഈ നാടിന്റെയും മഹിമ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ പോലും എനിക്ക് അർഹതയില്ല. നന്ദന അമ്മായിയപ്പന്റെ കൈകൾ ചേർത്ത് പിടിച്ചു. അച്ഛാ, ഞാൻ അന്ന് ഈ പടിയിറങ്ങിയത് അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടല്ല, മറിച്ച് എന്റെ അച്ഛൻ എനിക്ക് നൽകിയ വിദ്യാഭ്യാസം സ്ത്രീധനത്തേക്കാൾ വലിയ സമ്പാദ്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. ഈ യൂണിഫോമിന് ഒരു പ്രത്യേകതയുണ്ടച്ഛാ. ഇതിന് സ്ത്രീധനത്തിന്റെയോ ജാതിയുടെയോ നിറമില്ല. ഇതിന് നീതിയുടെ നിറം മാത്രമാണുള്ളത്. അച്ഛന്റെ അത്യാഗ്രഹം അച്ഛനെ ഒരു പാഠം പഠിപ്പിച്ചു. അത് മതി എനിക്ക്. കിരൺ നന്ദനയെ നോക്കി പുഞ്ചിരിച്ചു. നന്ദന, നീ അന്ന് പോയപ്പോൾ ഞാൻ തളർന്നു പോയിരുന്നു. പക്ഷേ ഓരോ തവണയും നീ അയച്ച കത്തുകൾ എനിക്ക് ധൈര്യം നൽകി. ഈ വീട് ഇന്ന് വീണ്ടും സ്വർഗമായത് നിന്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ്. ഗ്രാമത്തിലെ സ്ത്രീകൾ ഓരോരുത്തരായി നന്ദനയുടെ അടുത്തേക്ക് വന്നു. പണ്ട് അവളെ പരിഹസിച്ചിരുന്നവർ ഇന്ന് അവളുടെ കൈകളിൽ പിടിച്ചു. നന്ദനെ, ഞങ്ങളുടെ പെൺമക്കൾക്കും നിന്നെ പോലെയാകണം. സ്ത്രീധനം നൽകാൻ കഴിയാത്തത് കൊണ്ട് കല്യാണം നടക്കാത്ത എത്രയോ കുട്ടികൾ ഈ നാട്ടിലുണ്ട്. അവർക്കെല്ലാം നീ ഒരു വലിയ പാഠമാണ്. നന്ദന ആ കൂടി നിന്നവർക്ക് നേരെ തിരിഞ്ഞു സംസാരിച്ചു. സ്ത്രീധനം എന്നത് ഒരു സമൂഹത്തിന്റെ ശാപമാണ്. പണം നൽകി ഒരു പെണ്ണിനെ വാങ്ങുന്നതല്ല വിവാഹം, മറിച്ച് അവളുടെ കഴിവുകളെയും സ്വപ്നങ്ങളെയും അംഗീകരിക്കുന്നതാണ് യഥാർത്ഥ ബന്ധം. എന്റെ അമ്മായിയപ്പൻ എന്നെ പഠിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ എനിക്ക് പട്ടിണി കിടക്കാതെ തന്നെ ഇത് നേടിയെടുക്കാമായിരുന്നു. പക്ഷേ ആ കഷ്ടപ്പാടുകളാണ് എന്നെ ഇത്രയും കരുത്താക്കിയത്. ഇനിയെങ്കിലും ഈ ഗ്രാമത്തിൽ ഒരു പെൺകുട്ടിയും സ്ത്രീധനത്തിന്റെ പേരിൽ വീടിന് പുറത്താക്കപ്പെടരുത്. അന്ന് വൈകുന്നേരം നന്ദന ആ തറവാട്ടിലെ നിലവിളക്ക് തെളിച്ചു. ശേഖരൻ തട്ടിയെടുത്ത ആധാരങ്ങളെല്ലാം നിയമപരമായി ഉടമസ്ഥർക്ക് തിരിച്ചു നൽകാനുള്ള നടപടികൾ അവൾ പൂർത്തിയാക്കി. ഗ്രാമത്തിലെ കൊടുംപലിശക്കാരന്റെ അന്ത്യം കുറിച്ചതോടെ അനേകം പാവപ്പെട്ട കുടുംബങ്ങൾക്കാണ് ആശ്വാസം ലഭിച്ചത്. മാധവൻ തന്റെ പഴയ തറവാടിത്തത്തിന്റെ അഹങ്കാരം ഉപേക്ഷിച്ചു. അയാൾ ഇപ്പോൾ നന്ദനയുടെ വിജയങ്ങളിൽ അഭിമാനം കൊള്ളുന്ന ഒരു സാധാരണ അച്ഛനായി മാറി. പിറ്റേന്ന് രാവിലെ നന്ദന ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറായി ഇറങ്ങി. വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് അവൾ ആ തറവാടിനെ ഒരിക്കൽ കൂടി നോക്കി. ആ മതിലുകളിൽ ഇപ്പോൾ സ്നേഹത്തിന്റെ പ്രകാശമുണ്ട്. കിരൺ അവൾക്ക് യാത്രയയപ്പ് നൽകി. മാധവൻ ഉമ്മറത്ത് നിന്ന് കൈവീശി. സമാധാനം, നന്ദന മനസ്സിലോർത്തു. പണ്ട് അവൾ ആഗ്രഹിച്ച ആ സമാധാനം ഇന്ന് അവളുടെ കുടുംബത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആ കനൽ വഴികൾ അവസാനിച്ചിരിക്കുന്നു. പുതിയൊരു പ്രഭാതം ആ ഗ്രാമത്തിൽ ഉദിച്ചുയർന്നു. ഒരു പെൺകുട്ടി വിചാരിച്ചാൽ തകർന്നു പോയ ഒരു സാമ്രാജ്യത്തെ എങ്ങനെ വീണ്ടെടുക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി നന്ദനയുടെ കഥ ആ നാട് മുഴുവൻ പാടി നടന്നു. പലപ്പോഴും ജീവിതം നമ്മെ തോൽപ്പിക്കാൻ ശ്രമിക്കും,
പക്ഷേ ലക്ഷ്യബോധവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് അത്യാഗ്രഹത്തിന്റെ ചങ്ങലകളെയും തകർത്തെറിയാൻ നമുക്ക് സാധിക്കും. നന്ദനയുടെ യാത്ര അവസാനിക്കുന്നില്ല. നീതിക്ക് വേണ്ടിയുള്ള അവളുടെ പോരാട്ടം ഈ ഗ്രാമത്തിൽ നിന്നും ഒരു വലിയ ദേശത്തേക്ക് പടരുകയാണ്.